ചിലപ്പോൾ നോമ്പ് നോൽക്കാൻ പറ്റാത്തൊരു സാഹചര്യമായിരിക്കും ഈ പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം. പക്ഷെ വീട്ടിലുള്ളവർക്കൊക്കെ ഭക്ഷണം ഉണ്ടാക്കി കാര്യങ്ങളൊക്കെ തയ്യാർ ചെയ്ത് എല്ലാവരും വിളിച്ചുണർത്തിയിട്ട് ഇതാ വരൂന്ന് പറയേണ്ട ഡ്യൂട്ടി ഇവൾക്കായിരിക്കും. ആ നിലയിലൊക്കെ ഉള്ളവരുണ്ടാകും. നല്ല ക്ഷമയാണല്ലോ, വലിയ കൂലിയാണ്, നിരാശരാവണ്ട, വലിയ കൂലിയാ. നിങ്ങളുണ്ടാക്കി കൊടുത്ത ഭക്ഷണം കഴിച്ച് ആരൊക്കെയാണോ നോമ്പെടുക്കുന്നത് അവർക്ക് അല്ലാഹു നൽകുന്ന കൂലിയുണ്ടല്ലോ സഹോദരാ സഹോദരി. ആ കൂലിയാണ് ഇലാഹായ റബ്ബ് നിങ്ങൾക്ക് നൽകുന്നതെന്ന് ചിന്തിക്കണം. നിങ്ങൾക്ക് ചിലപ്പോ നോമ്പെടുക്കാൻ അന്ന് പറ്റിക്കൊള്ളണമെന്നില്ല, നോമ്പെടുക്കാൻ പാടില്ലാത്ത സമയാന്ന് വിചാരിക്കുക. പക്ഷെ നിങ്ങൾ എഴുന്നേറ്റു, ചോറൊക്കെ ചൂടാക്കി, കറിയൊക്കെ ചൂടാക്കി, ഇറച്ചിയോ മീനോ പൊരിക്കാണ്ടെങ്കിൽ അതൊക്കെ പൊരിച്ച് ഉപ്പേരിയൊക്കെ പാകം ചെയ്ത് എല്ലാരും വിളിച്ചുണർത്തി നിങ്ങൾ സന്തോഷത്തോടെ അവരെ ഭക്ഷിപ്പിക്കുന്നു. നിങ്ങളന്ന് നോമ്പെടുത്തില്ലെങ്കിലും നിങ്ങളാ ഭക്ഷണമുണ്ടാക്കി ആരൊക്കെയാണോ അതുകൊണ്ട് നോമ്പെടുത്തത് അവർക്ക് ആ നോമ്പിന് അല്ലാഹു നൽകുന്ന പ്രതിഫലം അല്ലാഹു നിങ്ങൾക്ക് നൽകില്ലേ? അതുകൊണ്ട് അക്ഷമരാവണ്ട, അതുകൊണ്ട് പ്രയാസപ്പെടണ്ട. ജല്ല ജലാലായ അല്ലാഹു കബൂലാക്കട്ടെ. ആമീൻ പറഞ്ഞേക്ക്, അല്ലാഹു സ്വീകരിക്കട്ടെ. ഒന്നും വെറുതാവില്ല. നീയത്ത് നന്നാക്കിക്കോളൂ, ഒന്നും വെറുതെയാവില്ല. ഞാൻ പറയുന്നത് ഇങ്ങനെയൊക്കെ ഒരു ഭാരമുള്ളത് കൊണ്ട് ചിലപ്പോൾ റമളാൻ ഒരു അസ്വസ്ഥതയായി തോന്നാൻ സാധ്യത ഉണ്ട്. അങ്ങനെ വരരുത്, അല്ലാഹു കാക്കട്ടെ. മുനാഫിക്കിനാണ് റമളാൻ ഒരു ഭാരമായിട്ട് തോന്നുക. മുനാഫിക്കിന് വലാ തഅലൽ മുനാഫിഖീന ശഹറുൻ ശർറുൽ ലഹും മിൻ റമളാൻ. മുനാഫിക്കിനാണ് റമളാനെ ഏറ്റവും വലിയ ഭാരമായി ഫീൽ ചെയ്യുന്നതെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നമ്മുടെ ഈ റമളാൻ ഇതെല്ലാ അർത്ഥത്തിലും നമ്മൾ രക്ഷപ്പെടാനുള്ള ഒരു അവസരമാണ്. ആ നിലക്ക് നമുക്ക് ഉപയോഗപ്പെടുത്താം. അള്ളാഹു വിധി തരട്ടെ. അവസരാണ് എന്ന് പറഞ്ഞാൽ ഒരാള് ജയിലിൽ അടക്കപ്പെട്ടു എന്ന് വിചാരിക്കുക. അയാൾ ചെയ്ത ഏതോ ഒരു തെറ്റിന്റെ കാരണത്താൽ അയാളെ ജയിലിൽ അടച്ചു, ജീവപര്യന്തം ജയിലിലടച്ചു. അങ്ങനെ ആ കുറ്റം അതീവ ഗൗരവമായതുകൊണ്ട് തൂക്കിലേറ്റാൻ വിധി വന്നു എന്നും വിചാരിക്കുക. കേൾക്കുന്നുണ്ടോ? ജയിലിലടക്കപ്പെട്ടു, തൂക്കിലേറ്റാൻ വിധിക്കപ്പെട്ടു. അതിനിടയിലാണ് ഒരു പൊതുമാപ്പ് പ്രഖ്യാപിക്കുന്നു, ഒരു ദയാഹർജി സമർപ്പിക്കാനുള്ള ഒരു അവസരം കിട്ടണു. എങ്കിൽ ഞാൻ ഏതായാലും മരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്, എന്നെ തൂക്കിലേറ്റിക്കോട്ടെ എന്ന് കരുതിയിരിക്കുവോ? ഇല്ല. ഏതെല്ലാം നിലയിൽ സ്വീകരിക്കാൻ ആവശ്യമായ എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതൊക്കെയും ചെയ്ത് ആ ദയാഹർജി സമർപ്പിക്കേണ്ടിടത്തേക്ക് തീർച്ചയായും സമർപ്പിക്കും. അതിലൂടെ രക്ഷപ്പെടും. അങ്ങനെയൊക്കെ എത്രയോ ജയിൽ പുള്ളികൾ രക്ഷപ്പെടാറുണ്ട്. എന്നതുപോലെ ഒരു ജയിലിൽ പുള്ളിക്ക് അയാളെ തൂക്കിലേറ്റാൻ വിധിക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെയുള്ള ഒരാൾക്ക് ഒരു ദയാഹർജിക്കുള്ള അവസരം ലഭിക്കുന്നത് പോലെ ഇലാഹായ റബ്ബ് നമുക്ക് തന്ന അവസരമാണ് പരിശുദ്ധ റമളാൻ. അത് ഉപയോഗപ്പെടുത്തി നമുക്ക് രക്ഷപ്പെടണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതിന് അതിന്റെ നിബന്ധനകൾ ഒപ്പിച്ച് നോമ്പെടുക്കണം. നമ്മുടെ നോമ്പ് കൊണ്ട് സഹോദരാ സഹോദരി ഹിസാബില്ലാതെ സിറാത്ത് പാലം വിട്ടുകടക്കാതെ നേരെ സ്വർഗത്തിൽ എത്തിച്ചേരാൻ സാധിക്കണം. ആ നിലയിലുള്ള നോമ്പാക്കി നമ്മുടെ നോമ്പിനെ മാറ്റണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നിങ്ങൾ എന്താ വിചാരിച്ചത്? നമ്മുടെ നോമ്പ് അത് പൂർണ്ണമായും കുറ്റമറ്റ ഗുണമൊത്ത നോമ്പാണെങ്കിൽ നമുക്ക് മഹ്ശറയിൽ വിചാരണ നേരിടേണ്ടി വരില്ല. നമുക്ക് അല്ലാഹുവേ സിറാത്ത് പാലം നരകത്തിന്റെ നേരെ മുകളിലുള്ള 3000 കൊല്ലത്തെ വഴിദൂരമുള്ള സിറാത്ത് പാലം വിട്ട് കടക്കേണ്ടി വരില്ല. ഒരു പ്രയാസമില്ലാതെ സ്വർഗത്തിൽ എത്തിച്ചേരും. അല്ലാഹുവേ കൊതി തോന്നുകയാണ് റബ്ബേ, നീ തൗഫീഖ് നൽകണേ അല്ലാ. ഞങ്ങൾ ഈ നോമ്പൊക്കെ ആ നിലയിലുള്ള നോമ്പാക്കണേ അല്ലാ.